ഓപ്പറേഷൻ സിന്ധൂറിന്റെ പേരിൽ അത്തപ്പൂക്കളമിട്ടതിൽ വിവാദം പുകയുന്നു. കൊല്ലം ശാസ്താംകോട്ട മുതുവിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു പ്രദേശത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് പൂക്കളമൊരുക്കിയത്. ശത്രുരാജ്യത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന്റെ നാമം പൂക്കളത്തിന് താഴെയായി ആലേഖനം ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രത്തിന് മുന്നിൽ ഇത്തരത്തിൽ പൂക്കളം ഒരുക്കിയതിനെതിരെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. CPM ഏരിയ സെക്രട്ടറി അടക്കമുള്ള കമ്മിറ്റിയാണ് പൂക്കളത്തെ എതിർത്ത് രംഗത്ത് വന്നത്. ഇവിടെ എല്ലാ വർഷവും ഏകദേശം 10-15 വർഷമായിട്ട് ഇവിടെ പൂക്കളം ഇടുന്നതാണ്. തിരുവോണ ദിവസം പൂക്കളം ഇടുന്നതാണ്. ഇത്രയും നാളും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇത് ഇപ്പോ ഈ ഒരു തവണ മാത്രമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായതും കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന കേസ് വരെ ആയതും. ഇതിനു മുന്നേ കഴിഞ്ഞ വർഷം പോലും ഇതിനകത്ത് DYSP ഇടപെട്ട് അതിനകത്ത് പൂക്കളം ഇടാൻ അനുമതി നൽകുകയും പൂക്കളം ഇടുകയും ചെയ്തു. ഇന്ന് ഈ നിമിഷം വരെ ഒരു കലാപം ഉണ്ടാകുകയോ ഒരു പ്രശ്നമോ ഈ ഒരു പൂക്കളവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ട് കൂടിയില്ല. പിന്നെ എന്ത് പ്രശ്നമാണ് ഇവർ ഈ പറയുന്നത്? ഇവർ പൂക്കളം കൊണ്ട് കലാപം ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒരു നാട് മൊത്തം ഇല്ലാതായി പോവുക എന്ന് പറയുന്നത് ഒരു ശരിയായ പ്രവണതയല്ല. ശരിക്കും ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വിളിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇതൊരു പരാതിയായിട്ട് പോയിട്ടുണ്ടെന്നുള്ളത് തന്നെ. ക്ഷേത്രത്തിൽ വിളിക്കുന്ന ക്ഷേത്രസഭ നിങ്ങൾക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം ഇടാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ നമ്മൾ ചോദിക്കുന്നത്, കാരണം നമ്മൾ ഹൈന്ദവരാണ്, ഹൈന്ദവന്റെ അമ്പലത്തിൽ പൂക്കളിടാൻ ഇതിനു വേണ്ടി പ്രത്യേക അനുമതി എന്താണെന്ന് ചോദിച്ചും പറഞ്ഞു നിങ്ങൾ അവിടെ പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടെ വണ്ടി കൊണ്ട് കയറ്റിവിടും എന്ന് പോലീസ് പറയുകയും ലാസ്റ്റ് അവസാനം CI അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു അന്വേഷണ ചർച്ച ഉണ്ടാക്കി പൂക്കളിടാൻ അനുമതി നൽകുകയും ചെയ്തത്. പൂക്കളത്തിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാചകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കേസിൽ അവര് ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ ഒരു കൊടി ഉപയോഗിച്ചെന്ന്, RSSന്റെ കൊടി ഉപയോഗിച്ചെന്നായിരുന്നു ഇതിനകത്ത് കേസിൽ പറയുന്നത്. ഇത് ശരിക്കും നോക്കിയത് മുതുവിലക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. പാർത്ഥസാരഥിയുടെ രഥത്തിന് മുകളിൽ പാറി പറക്കുന്ന അതേ കൊടി തന്നെയാണ് ഇവിടെയും ആലേഖനം ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ മതി, ആ ക്ഷേത്രസഭയുടെ മുറ്റത്തും മറ്റു ഫ്ലെക്സും കാര്യങ്ങളിലെല്ലാം കാണിക്കുന്ന അതേ കൊടി തന്നെയാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് തന്നെ.